നമസ്കാരം. ഇന്ന് ലോക ഹൃദയ ദിനമാണ്. ഹൃദയാരോഗ്യ സംരക്ഷണത്തിനും ഹൃദ്രോഗ ചികിത്സയ്ക്കുമായി സമർപ്പിതമായി അക്ഷീണമായി പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ ദിനത്തിൽ പ്രത്യേകമായി ഓർക്കുകയാണ്. ഹൃദ്രോഗ ചികിത്സാ സംവിധാനം വികേന്ദ്രീകരിക്കുക എന്ന വലിയ ലക്ഷ്യത്തിൽ അധിഷ്ഠിതമായുള്ള കർമ്മ പദ്ധതികളാണ് ആർദ്ര മിഷനിലൂടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്നത്. ഏറ്റവും ഒടുവിൽ കാസർഗോഡും വയനാടുമൊക്കെ കാത്ത് ലാബുകൾ പ്രവർത്തന സജ്ജമാക്കി എന്നുള്ളത് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. 2022 പ്രവർത്തനം ആരംഭിച്ച തൃശൂർ, കണ്ണൂർ, കോട്ടയം കാത്ത് ലാബുകളിലൊക്കെ ആയിരക്കണക്കിന് പ്രൊസീജിയറുകളാണ് നടന്നു വരുന്നത്. ആലപ്പുഴയിൽ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ജില്ലാ ആശുപത്രിയിൽ കാത്ത് ലാബ് പ്രവർത്തന സജ്ജമാകും. ഇടുക്കി ജില്ലയിലൂടെ കാത്ത് ലാബ് സജ്ജമാകുന്നതോടുകൂടി എല്ലാ ജില്ലകളിലും കാത്ത് ലാബുള്ള സംസ്ഥാനമായിട്ട് കേരളം മാറും. ഈ വർഷത്തെ ഹൃദയ ദിനത്തിൽ ഒരു പ്രത്യേക കർമ്മ പരിപാടി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഏറ്റെടുക്കുകയാണ്. പെട്ടെന്നുള്ള ഹൃദയസ്തംഭനം മൂലം മരിക്കുന്നവരുടെ എണ്ണം നമുക്കിടയിൽ കൂടുകയാണ്. പെട്ടെന്നുള്ള ഹൃദയസ്തംഭനം ഉണ്ടാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നത്, അത് ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും, പെട്ടെന്ന് ആളെ ആംബുലൻസ് വിളിച്ചോ അല്ലാതെ വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അല്ലാതെ ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുക. പാരലലായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രാഥമിക ചികിത്സ, അതായത് കാർഡിയോ പൾമണർ റെസിസ്റ്റേഷൻ നൽകുക എന്നുള്ളത്. ഇത് ആ വ്യക്തിയുടെ ജീവൻ രക്ഷിക്കുന്നതിൽ വളരെ പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും, ആംബുലൻസ് ഡ്രൈവർമാർക്കും, ആംബുലൻസിലുള്ള മറ്റ് സ്റ്റാഫിനും, വിദ്യാർത്ഥികൾക്കും, സന്നദ്ധ സംഘടന പ്രവർത്തകർക്കും, അങ്ങനെ വേണ്ട എല്ലാ മേഖലകളിലും ജീവിതത്തിന്റെ നാനാതുറകളിൽ പ്രവർത്തിക്കുന്നവർക്ക്, നമ്മുടെ വിവിധ ആശമാർക്ക്, കുടുംബശ്രീ പ്രവർത്തകർക്ക്, അങ്കണവാടി പ്രവർത്തകർക്ക് എന്നുവേണ്ട എല്ലാവർക്കും ഈ പരിശീലനം ലഭ്യമാക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യമാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. അനേകം ജീവനുകൾ CPR ശാസ്ത്രീയമായി നൽകുന്നതിലൂടെ രക്ഷിക്കാൻ കഴിയും എന്നുള്ളത് കണ്ടുകൊണ്ട് ഈ ഒരു കർമ്മ പരിപാടി ഏറ്റെടുക്കുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയപൂർവ്വമായ സഹകരണം അതിലുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്, ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഹൃദയദിന ആശംസകൾ നേരുന്നു.